So there was some staff nurse questions in the ബാക്കി പോർഷൻ ആണ്. ഇപ്പോൾ ഈ ഒരു പോർഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് JPHN ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണ്. ചില ക്വസ്റ്റ്യൻസ് JHIക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടേക്കുക. സ്റ്റാഫ് നേഴ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും JPHNും JHIയും കൂടെ ഒന്ന് കേട്ടേക്കുക. കാരണം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. 51 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. ചിലപ്പോൾ ഒരു പോയിന്റ്സ് എങ്കിലും ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അമിനോ സിന്തസിസ് ഈസ് ഡൺ അറ്റ് അമിനോ സിന്തസിസ് ഡൺ ചെയ്യുന്നത് 15 to 18 വീക്സ് ഓഫ് ജസ്റ്റേഷനിലാണ്. 15 to 18 വീക്സ് ഓഫ് ജസ്റ്റേഷനിലാണ് അമിനോ സിന്തസിസ് ചെയ്യുന്നത്. അമിനോ സിന്തസിസ് എന്ന് പറയുമ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അമിനോ സിന്തസിസ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. 15 to 18 വീക്സ് ഓഫ് ജസ്റ്റേഷനിലാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഒക്കെ ഡിറ്റക്ട് ചെയ്യാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് കെയർ വാസ് എംഫസൈസ്ഡ് ബൈ. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ലേഡി വിത്ത് ലാമ്പ് നമ്മുടെ മോഡേൺ നേഴ്സിംഗ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത ലേഡി വിത്ത് ലാമ്പ് ആണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. സോ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റിന് എൻവയോൺമെന്റുമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിനെ പറ്റി കൂടുതൽ പഠിച്ചത് റിസർച്ച് ചെയ്തത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ഫസ്റ്റ് നേഴ്സ് റിസർച്ചറാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോസിംഗ് സൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അപ്പൻഡിസൈറ്റിസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ചെയ്തതാണ്. റോസിംഗ് സൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അപ്പൻഡിസൈറ്റിസ്. അതായത് അപ്പൻഡിസൈറ്റിസിന്റെ പെയിന് സാധാരണ റൈറ്റ് ലോവർ ക്വാഡ്രന്റിലാണ്. അപ്പൊ റൈറ്റ് ലോവർ ക്വാഡ്രന്റിലാണ് പെയിൻ. പക്ഷെ നമ്മൾ പേഷ്യന്റിനെ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റിൽ അവിടെ പ്രസ് ചെയ്യുമ്പോൾ പെയിൻ വരുന്നത് റൈറ്റിലാണ്. കാരണം അപ്പൻഡിസൈറ്റിസിന്റെ പെയിന് ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത് റൈറ്റ് ലോവർ ക്വാഡ്രന്റിലാണ്. ലെഫ്റ്റ് സൈഡിൽ പ്രസ് ചെയ്താലും ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റിൽ പ്രസ് ചെയ്താലും റൈറ്റ് സൈഡിലാണ് പെയിൻ വരുന്നത്. പാങ്ക്രിയാറ്റിസിന്റെ പെയിൻ വരുന്നത് ലെഫ്റ്റ് സൈഡാണ്, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റിലാണ് പാങ്ക്രിയാറ്റിസിന്റെ പെയിൻ വരുന്നത്. അതുപോലെ റേഡിയേറ്റിംഗ് ടു ബാക്ക് ആണ്, ബാക്കിലൂടെ റേഡിയേറ്റ് ചെയ്യുന്നതാണ് പാങ്ക്രിയാറ്റിസിന്റെ പെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയനീർസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചൈനീസ് ആണ്. പയനീർസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളത് ചൈനീസ് ആണ്. ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയത് ചൈനീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് അപ്പർ ലിംസ്? Correct answer, brachial vein. Brachial vein is not a superficial vein of upper limbs. Brachial vein upper limbs ന്റെ superficial vein അല്ല. ബാക്കിയുള്ള ബേസിലിക് വെയിൻ, സെഫാലിക് വെയിൻ, മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ഒക്കെ superficial vein of upper limbs ഉള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൗട്ട് occurs because of increased levels of. ഗൗട്ട് ഉണ്ടാകുന്നത് ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോഴാണ് ഗൗട്ട് ഉണ്ടാകുന്നത്. അതുപോലെ ഈ കടൽ മത്സ്യത്തിലൊക്കെ കൂടുതലും ഈ യൂറിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ കടൽ മത്സ്യമൊക്കെ കഴിക്കുന്നവരിൽ ഗൗട്ടിന്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ജോയിന്റ് പെയിൻ, സ്വെല്ലിംഗ് ഒക്കെയാണ് ഗൗട്ടിൽ സാധാരണയായിട്ട് കാണാറുള്ളത്. ജോയിന്റ് പെയിൻ, സ്വെല്ലിംഗ് ഒക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെനിഫിഷ്യറീസ് ഓഫ് ICDS പ്രോഗ്രാം ആർ ആൾ എക്സെപ്റ്റ്. അപ്പൊ ഒന്ന് മാത്രം ബെനിഫിഷ്യറി അല്ല, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, എൽഡേഴ്സ് എബവ് ദ ഏജ് ഓഫ് 60. അത് അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ICDS പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ആണ്. ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 0 to 6 years, അതുപോലെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്, അഡോളസന്റ് ഗേൾസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് ICDS സ്കീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെൽവിക് brim is rounded, ischial spine is blunt and subpubic angle is 90 degree. പെൽവിക് ബ്രിം റൗണ്ട് ആകുന്നത് ഏത് പെൽവിസിലാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, ഗൈനക്കോഡ് പെൽവിസ് ആണ്. കംപ്ലീറ്റ് ഫീമെയിൽ പെൽവിസ് ആണ് ഗൈനക്കോഡ് പെൽവിസ്. നോർമൽ വജൈനൽ ഡെലിവറി ഈസി ആയിട്ട് സാധ്യമാകുന്ന പെൽവിസ് ആണ് ഗൈനക്കോഡ് പെൽവിസ്. പെൽവിക് ബ്രിം റൗണ്ടഡ് എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഗൈനക്കോഡ് പെൽവിസ് എഴുതാം. ആൻഡ്രോയിഡ് പെൽവിസ് എന്നുള്ളത് മെയിൽ പെൽവിസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനലിൽ അതിന്റെ വീഡിയോസ് ഉണ്ട്. Next question, which among the following is a classical sign of increased ICP? ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, വൈഡൻഡ് പൾസ് പ്രഷറിൽ ഒന്ന് ക്ലാസിക്കൽ സൈൻ ഓഫ് ഇൻക്രീസ്ഡ് ICPയിൽ വരുന്നതാണ് വൈഡൻഡ് പൾസ് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫോം ഓഫ് പ്ലേ ഇൻ വിച്ച് ചിൽഡ്രൻ പ്ലേ അഡ്ജസന്റ് ടു ഈച്ച് അതർ ബട്ട് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ദ പ്ലേ ഓഫ് അതർ ചിൽഡ്രൻ.
കറക്റ്റ് ആൻസർ പാരലൽ പ്ലേ. പാരലൽ പ്ലേ എന്ന് പറയുമ്പോൾ ടോഡ്ലർ പ്ലേ ആണ്. അതായത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിക്കും, പക്ഷെ അടുത്തടുത്തിരുന്ന് കളിക്കും, പക്ഷെ മറ്റുള്ളവരുടെ കളിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ടോഡ്ലർ പ്ലേ ആണ് പാരലൽ പ്ലേ. അത്തരത്തിലുള്ള പ്ലേ ആണ് പാരലൽ പ്ലേ. സോളിറ്ററി പ്ലേ എന്ന് പറയുമ്പോൾ ഇൻഫൻസ് സ്റ്റേജിലുള്ള പ്ലേ ആണ് സോളിറ്ററി പ്ലേ. ഓൺലുക്കർ പ്ലേയും മറ്റേ കളിക്കുന്ന ആളുകൾ നോക്കി അതേപോലെ കളിക്കുന്ന പ്ലേ ആണ് ഓൺലുക്കർ പ്ലേ. സോളിറ്ററി പ്ലേ ഇൻഫൻസ്, പാരലൽ പ്ലേ ടോഡ്ലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പററി ഹാർഡ്നെസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. എല്ലാ എക്സാമിനും മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ടെമ്പററി ഹാർഡ്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കാൽസ്യം ബൈകാർബണേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് വിച്ച് ഡയലേറ്റ്സ് പീപ്പിൾ. ഡ്രഗ്സ് വിച്ച് ഡയലേറ്റ് പീപ്പിൾസ്. മൈഡ്രിയാട്രിക്സ്. മൈഡ്രിയാട്രിക്സ് ആണ് ഡയലേറ്റ് പീപ്പിൾ ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് മൈഡ്രിയാട്രിക്സ്. Next question, collection of blood or fluid in pericardial sac is called. Correct answer, cardiac tamponade. Collection of blood or fluid in pericardial sac is called cardiac tamponade. Cardiac tamponade ആണ് ആ ഒരു pericardial fluidലുള്ള collection ആണ് cardiac tamponade. Next question, slowing down of fetal heart sound on pushing down of fetal head into pelvis. Correct answer, സി ആണ് സ്റ്റാൽവർത്തി സൈൻ. സ്റ്റാൽവർത്തി സൈൻ ആണ് സ്ലോയിങ് ഡൗൺ ഓഫ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഓൺ പുഷിംഗ് ഡൗൺ ഓഫ് ഫീറ്റൽ ഹെഡ് ഇൻ ടു പെൽവിസ്. ദാറ്റ് ഈസ് സ്റ്റാൽവർത്തി സൈൻ ആണ്. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസൻസ് ഓഫ് വിച്ച് ഇമ്യൂണോഗ്ലോബുലിൻ ഇൻ സിറം ഓഫ് ന്യൂ ബോൺ ഇൻഡിക്കേറ്റ്സ് കൺജനിറ്റൽ ഇൻഫെക്ഷൻ. കറക്റ്റ് ആൻസർ IgM ആണ്. IgM. സോ IgM ഇമ്യൂണോഗ്ലോബുലിൻ സിറം ന്യൂ ബോണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺജനിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ്. പ്രസൻസ് ഓഫ് IgM ഇമ്യൂണോഗ്ലോബുലിൻ ഇൻ സിറം ഓഫ് ന്യൂ ബോൺ ഇൻഡിക്കേറ്റ്സ് കൺജനിറ്റൽ ഇൻഫെക്ഷൻസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റീസ്ട്രെയിൻസ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ. റീസ്ട്രെയിൻസ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ. Restraints are mainly used in. So here correct answer, preventing injury. Restraints are mainly used in preventing injury. Next question, outbreak of disease in birds is called epornithic. Birds il undaguna disease outbreak aanu epornithic ennu ariyappedunnathu. Epornithic. Next question, emergency contraception should be taken. Correct answer, within 72 hours after unprotected sex. Emergency contraception should be taken. Emergency contraception measures tablet ഒക്കെ എടുക്കുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് കഴിഞ്ഞിട്ട് 72 മണിക്കൂറിനുള്ളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി മെറ്റബോളൈറ്റ് ഡ്രഗ് യൂസ്ഡ് ഇൻ ക്യാൻസർ കീമോതെറാപ്പി. കറക്റ്റ് ആൻസർ മെത്തോട്രെക്സേറ്റ്. മെത്തോട്രെക്സേറ്റ് ആണ് ആന്റി മെറ്റബോളൈറ്റ് ഡ്രഗ് യൂസ്ഡ് ഇൻ ക്യാൻസർ കീമോതെറാപ്പി. മെത്തോട്രെക്സേറ്റ് ഡ്രഗ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാൻസർ കീമോതെറാപ്പിയിലുള്ള ആന്റി മെറ്റബോളൈറ്റ് ഡ്രഗ് ആണ് മെത്തോട്രെക്സേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is to be expected in a person with obsessive compulsive disorder? കറക്റ്റ് ആൻസർ, റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ നമ്മൾ ഒബ്സസീവ് OCD ഉള്ള പേഷ്യന്റിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് OCD എന്ന് പറയുമ്പോൾ ഒബ്സഷൻ എന്ന് പറയുമ്പോൾ തോട്ട്സ് ആണ്, കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ആക്ട്സ് ആണ്. അപ്പൊ തോട്ട് വന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ട് ചെയ്യുകയാണ്. അപ്പൊ ടെൻഷൻ കുറയുന്ന ഒരു അവസ്ഥയാണ് OCD. റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ നമുക്ക് എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ തുടർച്ചയായിട്ട് ക്ലീനിങ് സെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടിങ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ഈസ് അസസ്ഡ് ബൈ ഡൂയിങ് എ. കറക്റ്റ് ആൻസർ, കൊഹോർട്ട് സ്റ്റഡി. ദ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ഈസ് അസസ്ഡ് ബൈ ഡൂയിങ് എ കൊഹോർട്ട് സ്റ്റഡി. അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. Next question, the largest diameter of pelvic inlet is. Largest diameter of pelvic inlet is. Correct answer, transverse diameter ആണ്. The largest diameter of pelvic എന്ന് പറയുമ്പോൾ transverse ആണ്. Largest diameter of pelvic inlet is transverse diameter. Next question, fracture that happen when bone bends and breaks but does not break into separate pieces. Most common question ആണ് green stick fracture ആണ്. Green stick fracture കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ്. കുഞ്ഞുങ്ങളുടെ എല്ല് വളരെ നൈസ് ആയതുകൊണ്ട് പൊട്ടില്ല, അതിങ്ങനെ വളഞ്ഞിരിക്കും, ബ്രേക്ക് ചെയ്യുന്നില്ല, ബട്ട് ബെൻഡ്. ദാറ്റ് ഈസ് ഗ്രീൻ സ്ട്രിക് ഫ്രാക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി
doses of vaccine are required for COVID-19 vaccination? COVID-19 vaccination എത്ര ഡോസ് വേണമെന്നാണ്? 2 ഡോസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. Active artificial immunity can be achieved by. Active artificial immunity can be achieved by. Correct answer immunization. Immunizationലൂടെ നമുക്ക് ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ആണ് കിട്ടുന്നത്. ഇമ്മ്യൂണൈസേഷനിലൂടെ ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, hamburger shift is observed in. Hamburger shift is observed in. Correct answer bicarbonate transport. Hamburger shift is observed in bicarbonate transport. Next question, the endoscopic examination through end of vagina into rectouterine pouch is called. Correct answer colposcopy. The endoscopic examination through end of vagina into rectouterine pouch is called colposcopy. Next question, first fetal movement felt by mother. Correct answer quickening ആണ്. First fetal movement quickening ആണ്. Next question, constant presence of a disease in a given geographic area. Correct answer endemic. Endemicനെയാണ് കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ്. ഒരു പ്രത്യേക സ്ഥലത്ത് ആ ഒരു അസുഖം ഉണ്ടാവും. മലേറിയ മംഗലാപുരത്ത് ഉള്ളതുപോലെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അസുഖം ഉണ്ടാവും. എപ്പിഡമിക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ സഡൻ ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസീസ് ആണ്, ഇൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. കോവിഡ് ആദ്യം എൻഡമിക് ആയിട്ട് വന്നത് ചൈനയിലാണ്, എപ്പിഡമിക് ആയിട്ട് വന്നത്, പിന്നെ അത് പാൻഡമിക് ആയിട്ട് മാറുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ സ്റ്റെറൈലന്റ് യൂസ്ഡ് ഫോർ ഡിസിൻഫെക്ടിങ് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ്. കറക്റ്റ് ആൻസർ ഗ്ലൂട്രാൾഡിഹൈഡ്. ഗ്ലൂട്രാൾഡിഹൈഡ് ആണ്. സോ കെമിക്കൽ സ്റ്റെറിലന്റ് യൂസ്ഡ് ഫോർ ഡിസിൻഫെക്ടിങ് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂട്രാൾഡിഹൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ പേഷ്യന്റ് വിത്ത് റിക്കവറിംഗ് ഫ്രോം ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി വിച്ച് among the following has to be checked before starting oral feeds? ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി വന്ന ഒരു പേഷ്യന്റിന് ഓറൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഗാഗ് റിഫ്ലക്സ് ആണ്. ഗാഗ് റിഫ്ലക്സ് ആണ് ഓറൽ ഫീഡ് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഗാഗ് റിഫ്ലക്സ് നമുക്ക് തൊണ്ടയുടെ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഗാഗ് റിഫ്ലക്സ് പ്രസന്റ് ആയതിനു ശേഷം മാത്രമേ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി സസ്പെക്ട് ചെയ്തുള്ള പേഷ്യന്റിന് ഭക്ഷണം കൊടുക്കാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രസന്റേഷൻ ഇൻ വിച്ച് ബേബീസ് ബട്ടക്സ് ലൈസ് ഇൻ ദ ലോവർ പോൾ ഓഫ് ദ യൂട്രസ്. ബട്ടക്സ് താഴെ വരുന്ന ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്രീച്ച് ആണ്. ബ്രീച്ച് ആണ് ബട്ടക്സ് താഴെ വരുന്നത്. വെർട്ടക്സ് എന്ന് പറയുമ്പോൾ ഹെഡ് താഴെ വരുന്നതാണ്. മെന്റം എന്ന് പറയുമ്പോൾ ഫേസ് പ്രസന്റേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഈസ് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റഡ് മിഡ് ഡേ മീൽ പ്രോഗ്രാം? ആദ്യം സ്റ്റാർട്ട് ചെയ്തത് മിഡ് ഡേ മീൽ പ്രോഗ്രാം തുടങ്ങിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ആദ്യം മിഡ് ഡേ മീൽ പ്രോഗ്രാം തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is an hypertonic solution? Hypertonic solution എക്സാമ്പിൾ ഏതാണ്? കറക്റ്റ് ആൻസർ 3% NS ആണ്. 3% NS ആണ് ഹൈപ്പർടോണിക് സൊല്യൂഷന് എക്സാമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ET സെക്ഷനിങ് കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു അപ്ലൈ സെക്ഷൻ മോർ ദാൻ. കറക്റ്റ് ആൻസർ 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ കൂടുതൽ സെക്ഷൻ കൊടുക്കരുത്. അത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 10 സെക്കൻഡിൽ കൂടുതൽ സെക്ഷൻ കൊടുക്കരുത് പറയുന്നത്. An example of high biological value protein food is. Correct answer egg. Egg ആണ് high biological value protein. Next question, a patient receiving opioid analgesics such as morphine should be monitored for. Correct answer respiration. Respiration monitor ചെയ്യണം. മോർഫിൻ കൊടുക്കുമ്പോൾ respiration monitor ചെയ്യണം. Next question, chronic carrier stage is seen in. Correct answer typhoid. ടൈഫോയിലാണ് ക്രോണിക് കാരിയർ സ്റ്റേജ് കാണുന്നത്. ടൈഫോയിഡിലാണ്. Next question, a localized swelling of fetal scalp in labor due to infusion of serum. Correct answer caput succedaneum. Localized swelling in fetal scalp in labor due to effusion of serum, that is caput succedaneum. Next question, surgical correction of hypertrophic pyloric stenosis. Correct answer Ramstead operation ആണ്. Ramstead operation ആണ് surgical correction of hypertrophic pyloric stenosis. So next question, thyroid stimulating hormone is produced by. Correct answer pituitary gland. Pituitary gland ആണ് thyroid stimulating hormone produce ചെയ്യുന്നത്. Next one, breakbone fever refers to. Correct answer dengue fever ആണ് breakbone fever. The Trained Nurses Association of India was established in.
കറക്റ്റ് ആൻസർ 1908 ആണ്. Compression ventilation ratio in providing basic life support with single rescuer CPR in adult victim 30:2 ആണ്. Child with 2 rescuer 15:2 ആണ്. Next question. The aim of preconception care is, correct answer, preparing the couples for parenthood. The aim of preconception care is preparing the couples for parenthood. Next question. Integrated counseling and testing center under NACP is, correct answer, Jyotis ആണ്. Integrated counseling and testing center under NACP എന്ന് പറയുന്നത് Jyotis ആണ്. A condition in which part of the intestine telescopes into itself, which is often a surgical emergency. It is intussusception. Intussusception ആണത്. ടെലിസ്കോപ്പ് ചെയ്ത് പോകുന്ന intestine പോകുന്ന intussusception ആണ്. Next question. The first Leopold maneuver in abdominal palpation of a pregnant woman is, correct answer, fundal grip ആണ്. The first Leopold maneuver in abdominal palpation of a pregnant woman, fundal grip. Next question. Thrombolytic agent used in an acute ischemic stroke, correct answer, alteplase ആണ്. Alteplase ആണ് thrombolytic agents used in acute ischemic stroke. So ഇത്രയുള്ള നമ്മുടെ വീഡിയോ. Please share this video. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you. All the best.